മൊബൈൽ. ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതിഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ അതുപോലെയാണ് നമ്മൾ. സംഘടന എന്തിനാ? ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി. അപ്പൊ ഒരു പെട്ടിയിലിട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിൽ. ഒരുത്ത സ്വർണം കളഞ്ഞ് പെട്ടി മുറുക്കി പിടിച്ച്. ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്. ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയാണ് ഞാൻ വഹിക്കുന്നത്, നിഷേധിക്കാനാവാത്ത രേഖയാണ്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു. ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി. അയാൾക്ക് 1 വർഷം പണിഷ്മെന്റ്. സംഘടനാപരമായി ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശാണോ വലുത്? സംഘടനയാണോ? ഇനിയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ. എന്താ അതിന്റെ അർത്ഥം? മൂപ്പരെന്നെ പറയട്ടെ. നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് അത് സമസ്തക്കാർക്കെതിരെ ഓതാനുള്ളതല്ല. സമസ്തക്കാർക്കെതിരെ ഓതിയിരുന്ന ആയത്തിപ്പോ പറയാം, അത് സമസ്തക്കാർക്കെതിരില്ലല്ലോ ഓതാനുള്ളതല്ലടോ. അന്നെ കുറിച്ചും നിന്നെ കുറിച്ചുമാണ്, മുജാഹിദുകളെ കുറിച്ച് ഓതാനുള്ളതാണ്. എന്താ അതിന്റെ അർത്ഥം? വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. ഇങ്ങനെയുള്ള മുജാഹിദുകളെ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. പരിശുദ്ധ ഖുർആനാണ് പറയുന്നതെന്ന് ബാലുശ്ശേരി വിശദീകരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അകപ്പെട്ടവരെ, നിങ്ങൾ രക്ഷപ്പെടാൻ സമയമായി, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഞങ്ങൾ പറയുന്നതല്ല, മുജാഹിദാണ് പറയുന്നത്. എത്രത്തോളം എന്നറിയോ? ഇയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആകുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതിനും നല്ല നരകത്തേക്ക് പോകലാണ്. എങ്ങനെയുണ്ട്? മൂപ്പരെങ്ങാനും പ്രസിഡന്റും സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നേരെ മലേഷ്യക്ക് പോകുന്ന പറഞ്ഞത്. കേട്ടോളൂ അയാളെന്ന് പറയട്ടെ. ഞാൻ എല്ലാരോടും പറയുന്നത്, പടച്ചോൻ തൗഫീഖ് ചെയ്ത പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനവും വെച്ച് നീട്ടി ഓടി മലേഷ്യയിൽ പോയി ഒളിച്ചാണ്. കാരണം നരകായിരിക്കും ചിലപ്പോ അതിന്റെ പേരിൽ. നരകായിരിക്കും. മുജാഹിദിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയാൽ കിട്ടുന്നത് ഏതാ? നരകമായിരിക്കും. എവിടെ എത്തി മുജാഹിദുകൾ? ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദ് മൗലവിമാര് പറഞ്ഞതാ. പൂർവീക മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കിയ ആളുകൾക്ക് കാലം തിരിച്ചടി നൽകുന്നു. കാഫിറാക്കൽ കലാകാരന്മാർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണിത്. ഈ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദല്ല, അത് സ്വർഗത്തിലേക്കല്ല, അത് നരകത്തിലേക്കാണ് നയിക്കുന്നത്. ഇഞ്ചാതി കളിക്കാനല്ലേ? പിന്നീട് ഇഞ്ചാതി കളിക്കാനല്ലേ? ഈക്വാലിറ്റി കളിക്കാനല്ലേ? ഓടിക്കോടി അറബിക്കടലിലെ ഒറ്റച്ചാട്ടം. അറബിക്കടലിലേക്ക് ഒരൊറ്റച്ചാട്ടം ചാടിക്കോളി. ഇന്നാലും വേണ്ടില്ല പ്രസിഡന്റും സെക്രട്ടറി മുജാഹിദിന്റെ കമ്മിറ്റിയിൽ പെട്ടുപോകരുത്. സെക്രട്ടറി ആകുന്നതിൽ നിന്നെ രക്ഷിക്കണേ റബ്ബേ. ആമീൻ. നമ്മൾ ദ്വാരക്കും ചെയ്യാം, ആ ദ്വാരക്ക് ആമീൻ കൊടുക്കുക. മുജാഹിദുകളുടെ ദുരന്തമാണ് ഈ